ട്രേഡിംഗ് മീഡിയയുടെ പ്രീ മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. US മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡിൽ ട്രേഡ് ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഡൗ ജോൺസ് ഏകദേശം 300 പോയിൻറ്റും S&P 16 പോയിൻറ്റും നസ്ഡാക്ക് ഫ്ലാറ്റായിട്ടുമാണ് ട്രേഡ് ചെയ്യുന്നത്. യൂറോപ്യൻ മാർക്കറ്റും ഒരു നെഗറ്റീവ് ട്രെൻഡിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഗിഫ്റ്റ് നിഫ്റ്റി ഏകദേശം 40 പോയിൻറ്റ് നെഗറ്റീവായിട്ട് ട്രേഡ് ചെയ്യുകയാണ്. മിക്കവാറും ഒരു ഫ്ലാറ്റ് അല്ലെങ്കിൽ ചെറിയൊരു ഗ്യാപ്പ് ഡൗണിനുള്ള സാധ്യത ഉണ്ട്. നമുക്ക് ഡേ ക്യാൻഡിലോട്ട് പോവാം. ഡേ ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലത്തെ ഡേ ക്യാൻഡിൽ എന്ന് പറയുന്നത് ഒരു ഇൻസൈഡ് ബാർ ക്യാൻഡിലാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ ഈ ഒരു ക്യാൻഡിലിൻ്റെ ഉള്ളിലാണ് ഇന്നലത്തെ ക്യാൻഡിലിൻ്റെ ഹൈയും ലോയും വന്നിരിക്കുന്നത്. മാർക്കറ്റ് ഇന്നലത്തെ നമ്മുടെ ലെവൽസ് എന്ന് പറയുന്നത് താഴെ 906 മുകളിൽ 25,020 മെയിനായിട്ടുള്ള ഒരു സപ്പോർട്ടും റെസിസ്റ്റൻസും കൃത്യമായിട്ട് ആ രണ്ട് ലെവൽസിലാണ് സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ച് കയറിയത്. മുകളിൽ നിന്ന് 25,020 നിന്ന് റിജക്ഷൻ വന്നതും. ഇന്നത്തെ മാർക്കറ്റിൽ ഈ ഒരു ലോ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 24,850 കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ മാർക്കറ്റ് താഴോട്ട് ഈ ഒരു ലെവല് താഴോട്ട് ഒരു ബ്രേക്കൗട്ട് കിട്ടുകയോ അല്ലെങ്കിൽ ഹൈ ബ്രേക്കൗട്ട് കിട്ടുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് മുകളിലോട്ടോ താഴോട്ടോ പോകാൻ സാധ്യതയുണ്ട്. ഇതിന് ഇടയിൽ വരുന്ന ലെവൽസ് എല്ലാം എന്ന് പറയുന്നത്, അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ ക്യാൻഡിലിന് ഉള്ളിലെന്ന് പറയുന്നത് ഫുള്ള് നമുക്ക് ലോങ് എൻട്രി എടുക്കാൻ പറ്റത്തില്ല. ചെറിയ പോയിന്റുകളിൽ എക്സിറ്റ് ആകണം. അതുപോലെ തന്നെ ഇത് ബ്രേക്കൗട്ട് കിട്ടിയാൽ കൃത്യമായിട്ട് നമുക്കൊരു വ്യൂ കിട്ടത്തുള്ളൂ, മുകളിലോട്ടോ താഴോട്ടോ ഏതെങ്കിലും ഒരു സൈഡിലോട്ട് കൃത്യമായിട്ട്. കാരണം ഇതിൻ്റെ ഇടയിലെന്ന് പറയുന്നത് മാർക്കറ്റിൽ ബയ്യേഴ്സും സെല്ലേഴ്സും ഒരുപോലെ ആക്റ്റീവാണ്. രണ്ടിടത്തോട്ടും മാർക്കറ്റിൻ്റെ ഇന്നലത്തെ ലോവർ ടൈം ഫ്രെയിമിൽ ഇന്നലത്തെ ലെവൽസ് നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഒരു സൈഡ് വൈസ് മാർക്കറ്റായിരുന്നു. ബയ്യേഴ്സും സെല്ലേഴ്സും ആക്റ്റീവാണ്. അതുകൊണ്ടാണ് ഈ ഒരു ഡോജി ക്യാൻഡിൽ ഇന്നലെ ഫോം ചെയ്തിട്ടുള്ളത്. നമുക്ക് ലെവൽസിലോട്ട് പോകാം. 15 മിനിറ്റ്സിൻ്റെ ലെവൽസിലോട്ട് പോകാം. ഇന്നലത്തെ ലെവൽസ് തന്നെയാണ് ഏകദേശം ഇന്ന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഇന്നലത്തെ ഇവിടെ നിന്നാണ് കൃത്യമായിട്ട് ഇന്നലെ നമുക്ക് റിജക്ഷൻ വന്നത്. ഇന്നും ഇത് തന്നെയാണ് ലെവല്. ഇവിടെ നിന്ന് 15 മിനിറ്റിൽ മുകളിലോട്ട് 25,020 മുകളിലോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ടാർഗറ്റ് എന്ന് പറയുന്നത് 25,087. പിന്നെ രണ്ടാമത്തെ ടാർഗറ്റ് വരുന്നത് ഈ ഒരു ക്യാൻഡിൽ കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ ഹൈ തന്നെയാണ്. 25,150-60 റേഞ്ച് ആയിരിക്കും മുകളിലോട്ട് വരുന്ന ലെവൽ എന്ന് പറയുന്നത്. താഴോട്ടുള്ള ലെവൽസും ഇതൊക്കെ തന്നെയാണ്. 15 മിനിറ്റ്സിൽ 24,950 താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ താഴോട്ട് ചെറിയ ലെവലായിരിക്കും. കാരണം അടുത്ത സപ്പോർട്ട് ഇമ്മീഡിയറ്റ് ആയിട്ടാണ് വരുന്നത്. 24,900 എന്ന് പറയുന്നത്. 24,900 താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ 24,800 വരേക്കും മാർക്കറ്റ് താഴോട്ട് വരാൻ സാധ്യത കൂടുതലാണ്. ഇന്ന് സെൻസെക്സിൻ്റെ എക്സ്പയറി ആണ്. ചിലപ്പോൾ മാർക്കറ്റ് ഒരു ട്രെൻഡിങ്ങിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ഡേറ്റയിലോട്ട് പോകാം. ഡേറ്റ ഇന്നലെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ FAS സെല്ലിങ്ങിലോട്ടും FAS 2,466 കോടി സ്റ്റോക്ക് സെല്ലിംഗ് ആയിരുന്നു. DAS ഏകദേശം 3,177 കോടിക്ക് ബൈയിങ് ആയിരുന്നു. നെറ്റ് ബൈയിങ് ആണ് ഏകദേശം 700 CRൻ്റെ നെറ്റ് ബൈയിങ് ആണ് വന്നിട്ടുള്ളത്. ഫ്യൂച്ചേഴ്സ് ഓപ്ഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ FAS 2.62 ലാക്ക് ക്വാണ്ടിറ്റി പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തിട്ടുണ്ട്. 47,379 ക്വാണ്ടിറ്റി കോൾ ഓപ്ഷൻ സെല്ലിംഗ് ആണ്. പ്രോ രണ്ട് സൈഡിലോട്ടും ബൈയിങ് ആണ്. കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും 1.34 ലാക്ക് ക്വാണ്ടിറ്റി കോൾ ഓപ്ഷനും 1.6 ലാക്ക് ക്വാണ്ടിറ്റി പുട്ട് ഓപ്ഷനും ബൈയിങ് ആണ്. ക്ലൈൻറ്റ് രണ്ടും സെല്ലിംഗ് ആണ്. 86,844 ക്വാണ്ടിറ്റി കോൾ ഓപ്ഷൻ സെല്ലിംഗ് ആണ്. 4.66 ലാക്ക് ക്വാണ്ടിറ്റി പുട്ട് ഓപ്ഷനും സെല്ലിംഗ് ആണ്. മാർക്കറ്റ് ചിലപ്പോൾ ഒരു അപ് ട്രെൻഡിലോട്ട് പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, ഇൻട്രാഡേ ചാർട്ടിലോട്ട് പോകാം. ഇന്നലത്തെ ലെവൽസ് എന്ന് പറയുന്നത് നമ്മൾ വീക്ക്ലി അനാലിസിസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മുകളിലോട്ട് 24
994 25 16 20016 മുകളിലോട്ട് ബ്രേക്കൗട്ട് കിട്ടിയാൽ മാത്രമേ മാർക്കറ്റ് അപ് ട്രെൻഡിലോട്ട് പോകാൻ സാധ്യതയുള്ളൂ. ഓൾമോസ്റ്റ് ഇവിടെ ഒരു റിജക്ഷനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വലിയ ടാർഗറ്റ് കിട്ടുമായിരുന്നു, ഏകദേശം 150 പോയിൻ്റ് ടാർഗറ്റ് കിട്ടുമായിരുന്നു. പക്ഷേ കൃത്യമായിട്ട് അവിടെ നമുക്കൊരു റിജക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു. താഴത്തെ സപ്പോർട്ടും 925 904 താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിലും താഴോട്ട് വലിയ ടാർഗറ്റിലോട്ട്, പക്ഷേ കൃത്യമായിട്ട് അവിടെ നിന്ന് ഒരു സൈഡ് വൈസ് ആയിരുന്നു എന്ന് പറയാം. സപ്പോർട്ട് എടുത്ത് റേഞ്ച് ബോണ്ട് ആയിരുന്നു. അത് നമ്മൾ ഇന്നലെ ലൈവ് മാർക്കറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാർക്കറ്റ് ഒരു റേഞ്ച് ബോണ്ടിനുള്ള സാധ്യത ഉണ്ടെന്ന്. ഇന്നത്തെ ലെവൽസ് എന്ന് പറയുന്നത് ഇന്ന് നാരോ CPR ആണ്. മാർക്കറ്റിൻ്റെ ഇപ്പോഴത്തെ വേൾഡ് മാർക്കറ്റിൻ്റെ ട്രെൻഡ് അനുസരിച്ച് ചിലപ്പോൾ ഒരു ഗ്യാപ്പ് ഡൗൺ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 900 തന്നെയായിരിക്കും സ്ട്രോങ് സപ്പോർട്ട് വരുന്നത്. 24910 24897 തന്നെയായിരിക്കും. മാർക്കറ്റ് 25000 മുകളിലോട്ട് മാർക്കറ്റിന് ഇന്നലെ കൃത്യമായിട്ട് വിടാണ്ട് അവിടെ നിന്ന് തന്നെ ഒരു റിജക്ഷൻ വന്നത്. അവിടെ സെല്ലേഴ്സ് ആക്റ്റീവാണ്, 25000 റേഞ്ചിൽ സെല്ലേഴ്സ് ആക്റ്റീവാണ്. അപ്പം അവിടെ ഈ ഒരു റേഞ്ചിൽ കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെയും ഇന്നലത്തെയും റേഞ്ച്, കഴിഞ്ഞ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷമുള്ള ഈ ഒരു റേഞ്ചും ഇന്നലത്തെ റേഞ്ചും നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറിയാം മാർക്കറ്റ് ഇവിടെയും ഒരു അപ് ട്രെൻഡിലോട്ട് പോകാൻ ശ്രമിച്ചെങ്കിലും ഇവിടെ നിന്ന് റിജക്ഷൻ വന്നു, വീണ്ടും ഇവിടെ നിന്ന് റിജക്ഷൻ വന്നു. ഇവിടെ സെല്ലേഴ്സ് ആക്റ്റീവാണ് മാർക്കറ്റിൽ. ഇവിടെ നിന്ന് ഏകദേശം 25,100 സെല്ലേഴ്സ് നേരെ താഴെ ഇവിടെ ആക്റ്റീവാണ് 25000 എന്ന് പറയുന്ന റേഞ്ചിൽ. മാർക്കറ്റിനെ 25000 താഴെ കൊണ്ടുവന്നതിന് ശേഷം അവിടെ കൃത്യമായിട്ട് 25000 സെല്ലേഴ്സ് ആക്റ്റീവാണ്. അതുകൊണ്ടാണ് ഇന്നലെയും മെനഞ്ഞാന്നൊക്കെ 25000 മുകളിലോട്ട് മാർക്കറ്റിനെ വിടാത്തത്. അപ്പോൾ 25037 28 ആയിരിക്കും അടുത്തൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുള്ള 25037 25028. മാർക്കറ്റ് മുകളിലോട്ട് ഇവിടെ നിന്ന് ഒരു ഗ്യാപ്പ് ഡൗൺ ആണ് വരുന്നതെങ്കിൽ CPR വരുന്നത് 24965 24958 ആണ്. നാരോ CPR ആണ്. മാർക്കറ്റ് ട്രെൻഡിങ്ങിനുള്ള സാധ്യതയുണ്ട്. ഇതിന് താഴെ ഒരു ഗ്യാപ്പ് ഡൗൺ വന്നാലും ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് കയറാൻ സാധ്യതയുണ്ട്. 24910 897 സ്ട്രോങ് സപ്പോർട്ടായിരിക്കും. ഇവിടെ നിന്ന് സപ്പോർട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് താഴെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് മുകളിലോട്ട് എൻട്രി നോക്കാം. CPR ബ്രേക്കൗട്ട് കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ്. ഫസ്റ്റ് ടാർഗറ്റ് CPR വയ്ക്കാം. സെക്കൻഡ് ടാർഗറ്റ് 25037 25028. ഇന്നത്തെ മാർക്കറ്റിൽ എപ്പോഴെങ്കിലും ഫസ്റ്റ് റെസിസ്റ്റൻസ് 25037 30 റേഞ്ച് എപ്പോഴെങ്കിലും ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ മാർക്കറ്റ് ഒരു ഷോർട്ട് കവറിങ് റാലി നടത്താനുള്ള സാധ്യതയുണ്ട്. 25100 ഫസ്റ്റ് ടാർഗറ്റ് വയ്ക്കാം. 25103 25088. രണ്ടാമത്തെ ടാർഗറ്റ് 25185 25169. ഈ രണ്ട് ടാർഗറ്റിലോട്ട് മാർക്കറ്റ് പോകാൻ സാധ്യതയുണ്ട്. എപ്പോഴാണ് 20028 20037 ബ്രേക്കൗട്ട് മുകളിലോട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ബുള്ളിഷ് റാലി നമുക്ക് കാണാൻ പറ്റും. അപ്പം കൃത്യമായിട്ട് ലെവൽസ് നോക്കുക. ബാക്കി ഇത്രയൊക്കെ ഉള്ളൂ. ബാക്കി ലൈവ് മാർക്കറ്റിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളൊരു വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക്